സുഭദ്രം സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഭദ്രം എന്ന് പറഞ്ഞ ആ സീരിയൽ അവസാനിക്കാൻ പോകുവാണ്. ഇനി മൂന്ന് എപ്പിസോഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സീരിയലായിരുന്നു സുഭദ്രം. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ എപ്പിസോഡും കണ്ടിട്ടുണ്ട്. റിവ്യൂ ഇടാൻ എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു. ക്ലാസ്സും എക്സാംസും ഒക്കെ ആയത് കാരണം എനിക്കതിൻ്റെ റിവ്യൂ ഇടാൻ പറ്റിയില്ല. നല്ലൊരു സ്റ്റോറിയും അധികം ലാഗ് അടിപ്പിക്കാത്ത രീതിയിലുള്ള കഥയായിരുന്നു അതിൻ്റേത്. ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും അവരവരുടേതായ ക്യാരക്ടേഴ്സ് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. റീസെൻ്റ്ലി കണ്ട സീരിയലുകളിൽ എനിക്ക് ഏറ്റവും തന്നെ ഇഷ്ടപ്പെട്ട ഒരു സീരിയൽ സുഭദ്രമായിരുന്നു. രാധ കൃഷ്ണൻ രാധയും പരസ്പരം തിരിച്ചറിഞ്ഞു. എന്നാൽ അങ്ങനെ തിരിച്ചറിഞ്ഞതിന് ശേഷം രണ്ടാൾക്കും പരസ്പരം നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ രാധ തൃപ്പങ്ങോട്ട് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ള ഉടവാൾ പൂജയ്ക്ക് വേണ്ടിയിട്ട് തൃപ്പങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. ആ സമയം കൃഷ്ണനെ ആണെങ്കിൽ മേഘനാഥൻ കസ്റ്റഡിയിലാക്കി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം മേഘനാഥനും രാധയെ കൊല്ലാനായിട്ട് തൃപ്പങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. എന്തു തന്നെ സംഭവിച്ചാലും ഉത്സവം നടക്കില്ല, അതിന് മേഘനാഥൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവിടെയുള്ള നാട്ടുകാരെല്ലാവരും വെല്ലുവിളിച്ചിരിക്കുകയാണ് മേഘനാഥൻ. ഈ സമയം ഈശ്വരിയമ്മ അവിടെ കണ്ട മേഘനാഥൻ ചെറിയൊരു ഭയം തോന്നിയിട്ടുണ്ട്. മാത്രമല്ല ഇതേ സമയം ആരതിയൊക്കെ മുരളിയുടെയും ഹരിയുടെയൊക്കെ കൂടെ കൃഷ്ണൻ്റെ വീട്ടിലെത്തുന്നുണ്ട്. ഈ സമയം കൃഷ്ണൻ്റെ അച്ഛനും അമ്മയും അവരെല്ലാ കാര്യങ്ങളും നേരത്തെ മനസ്സിലാക്കിയ വിവരമൊക്കെ പറഞ്ഞ് അവരകത്തേക്ക് സ്വീകരിക്കുകയാണ്. അങ്ങനെ എല്ലാവർക്കും സന്തോഷമാക്കുവാണ്. ഇതൊന്നും അഞ്ജലിയും കൃഷ്ണനും അറിയുന്നില്ല. ഈ സമയം മേഘനാഥൻ്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടാനായിട്ടൊക്കെ കൃഷ്ണൻ ശ്രമിക്കുന്നുണ്ട്. എന്താണെങ്കിലും കൃഷ്ണൻ മേഘനാഥൻ്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട് തൃപ്പങ്ങോട്ട് എത്തിയിരിക്കും. മാത്രമല്ല മേഘനാഥൻ്റെ മനസ്സിലിപ്പോൾ രാധയെ സ്വന്തമാക്കണമെന്നോ കല്യാണം കഴിക്കണമെന്നുള്ള ചിന്തയുള്ളത്. ഇങ്ങനെ രാധയെ നശിപ്പിക്കണം, രാധയെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കണം. രാധയെ മാത്രമല്ല അവളുടെ അനിയത്തികളെയും കൊന്ന് തൃപ്പങ്ങോട്ടിൻ്റെ അധികാരം സ്വന്തമാക്കണം. അച്യുതൻ രാധയുടെ കൃഷ്ണൻ്റെ മകനാണെന്നാണ് മേഘനാഥൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം രാധയെ കൊന്ന് പിന്നീട് അച്ചുവിനെ കൊല്ലാനാണ് മേഘനാഥൻ്റെ പ്ലാൻ. ഇതേസമയം രാധയാണെങ്കിൽ ഉടവാൾ പൂജയ്ക്ക് വേണ്ടിയിട്ട് പൂജയും മറ്റു കർമ്മങ്ങളൊക്കെ ചെയ്ത് തയ്യാറായിരിക്കുവാണ്. അങ്ങനെ ഉടവാൾ പൂജയ്ക്ക് വേണ്ടി രാധ അമ്പലത്തിലെത്തുമ്പോൾ മേഘനാഥൻ്റെ ആളുകളും വന്ന് അവിടെ പ്രശ്നം ഉണ്ടാകും. ഈ സമയം തന്നെ മേഘനാഥൻ്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന കൃഷ്ണനും പിന്നെ മുരളി ഹരി എല്ലാവരും അവിടെ എത്തും. രാധയെ ഇല്ലാതാക്കാനായിട്ട് മേഘനാഥൻ ഉറപ്പായിട്ട് ശ്രമിക്കും. ആ സമയം രാധയെ രക്ഷിക്കാൻ കൃഷ്ണൻ തൻ്റെ ജീവൻ കൊടുക്കാൻ വരെ തയ്യാറാകും. മിക്കവാറും അവസാനം ഒന്നെങ്കിൽ രാധയുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ സുഭദ്രയുടെ ആത്മാവിൻ്റെ കയ്യിൽ നിന്ന് തന്നെ മേഘനാഥൻ മരിച്ചു വീഴാനാണ് സാധ്യത. അങ്ങനെ മേഘനാഥൻ്റെ ശല്യം പൂർണ്ണ ഇല്ലാതാവുകയും പിന്നീട് തൃപ്പങ്ങോട്ടെ ഉടവാൾ പൂജയൊക്കെ നടത്തി രാധയുടെ അനിയത്തിമാരും അവിടുത്തെ രാജകുമാരികളായി മാറുകയും അവരുടെ വിവാഹം കൃഷ്ണനും മുരളിയും ഹരിയുമൊക്കെ ആയിട്ട് നടത്തി അവരെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണിച്ചുകൊണ്ട് സുഭദ്രം അവസാനിക്കാൻ പോകുവാണ്. ഇനി മൂന്ന് എപ്പിസോഡുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സീരിയലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്